പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനവുമായിട്ടായിരിക്കാം സ്വർഗത്തിൽ ദൈവം ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ മാറാത്ത വചനം അത്ഭുതങ്ങളെ ചെയ്യുന്ന, വിടുവിക്കുന്ന, നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്ന, നമ്മിൽ അസാധാരണമായ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവം, ചെയ്യിപ്പിക്കുന്ന ദൈവം, ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. നമ്മള് ദൈവവചനത്തെ മനസ്സിലാക്കുന്നത് ഏത് നിലവാരത്തിലാണോ അത്രത്തോളം വചനം നമ്മളകത്ത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ദൈവവചനത്തെ ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങൾ മാത്രമായിട്ട് കാണുമ്പോൾ അത് നിർദ്ദേശങ്ങളായിരിക്കും. മതപരമായ ചടങ്ങുകളായിട്ട് വചനത്തെ കാണുമ്പോൾ അത് അങ്ങനെയായിരിക്കും. പക്ഷെ ഇത് എന്നോടുള്ള ജീവന്റെ വചനമാണ്. ഈ വചനത്തിന് ജീവിപ്പിക്കാൻ ശക്തിയുണ്ട്. എന്റെ അവസ്ഥയെ മാറ്റാനുള്ള ശക്തിയുണ്ട്. ഈ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്, ഈ വചനത്തിൽ എന്തു പറയുന്നു, ദൈവവചനത്തിൽ എന്തു പറയുന്നു, അത് എന്നെ കുറിച്ചാണ്. അത് എന്നിൽ നിവർത്തിക്കും, എന്നിൽ നിറവേറും, എന്നിൽ അത് സാധ്യമാകുമെന്ന ഉറപ്പ്. ആ ഉറപ്പിലാണ് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ ഹല്ലേലൂയ ശക്തി നമ്മൾ വെളിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഹല്ലേലൂയ ഈ വചനം കേൾക്കുമ്പോഴാകട്ടെ, വചനം വായിക്കുമ്പോഴാകട്ടെ, വെറും ഒരു പ്രസംഗം കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ ശബ്ദങ്ങൾ കേൾക്കുന്ന പോലെ, വാക്കുകൾ കേൾക്കുന്ന പോലെ ചിന്തിക്കാതെ, ഈ വചനത്തിന് എന്നെ ജീവിപ്പിക്കാൻ ശക്തിയുണ്ട്, എന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശക്തിയുണ്ട് എന്ന് നിങ്ങളുടെ ഉള്ളിലെ ബോധ്യത്തോടുകൂടെ നിങ്ങൾ വചനം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ബോധ്യത്തിന് തക്കവണ്ണം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. യെസ്, നിങ്ങളുടെ അവസ്ഥയെ മാറ്റും. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ദൈവവചനം വായിച്ച് ആരംഭിച്ച നാളുകളിൽ സങ്കീർത്തനങ്ങളാണ് വായിച്ചുകൊണ്ടിരുന്നത്. സങ്കീർത്തന വാക്യങ്ങൾ മനപ്പാഠം പഠിക്കുക. സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നമുക്ക് പഠിപ്പിക്കുന്നതായ ഓരോ ആഴ്ചത്തെ വാക്യങ്ങളുണ്ട്, അത് പഠിച്ചു. എന്നാൽ പിന്നത്തതിൽ എൻ്റെ ചിന്ത എങ്ങനെയോ ഞാൻ ഏഷ്യാവിന്റെ പുസ്തകം വായിക്കാനായിരുന്നു. അതിലെ ചില വാക്യങ്ങൾ എന്നോട് പരിശുദ്ധാത്മ വ്യക്തമായിട്ട് ഇടപെടുന്നത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഞാൻ ആ വാക്യങ്ങളെ കൂടെ വായിക്കുമായിരുന്നു, ഞാനത് പറയുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്പർശിക്കുന്ന ദൈവവചനം, ഹല്ലേലൂയ, അത് നമ്മുടെ സ്വന്തമായിട്ട് ഏറ്റെടുത്ത് അതിനോടൊരു ബന്ധം പുലർത്തി ഒന്ന് ഏറ്റു പറയാമോ? നിങ്ങളുടെ അവസ്ഥ മാറും. നിങ്ങളുടെ അവസ്ഥ മാറും. പിശാചിന് നിങ്ങളുടെ മേലോ നിങ്ങളുടെ നന്മയുടെ മേലോ ഒരു അധികാരമില്ല. പിശാചിന് നമ്മുടെ ജീവിതത്തിലെ തകർച്ചയാണ് അവന്റെ ആഗ്രഹം. അത് അവൻ ചിലരുടെ ഹൃദയത്തിലിടും. ചിലപ്പോ അവര് നിങ്ങളെ ശപിച്ചെന്നിരിക്കാം, ഇറിറ്റേറ്റ് ചെയ്യുന്നിരിക്കാം, കുറ്റപ്പെടുത്തിയെന്നിരിക്കാം, നിങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ് മോശമാക്കാൻ ശ്രമിച്ചെന്നിരിക്കാം. പക്ഷെ നമ്മുടെ അകത്ത് ഉത്തമമായ ബോധ്യം ഉണ്ടായിരിക്കണം. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ വചനത്തിലാണ്. അതിനെ കർത്താവ് നിവർത്തിക്കും. ഞാൻ ഇന്ന് നിങ്ങളോട് ഈ വചനം ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ പല വാക്കുകൾ കേട്ട്, പലരുടെ വാക്കുകൾ കേട്ട് നിങ്ങളുടെ അകത്ത് തളർന്നും ഇരിക്കുന്നവരായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങൾ തകർന്നു കിടക്കുവാനായിട്ട് വാക്കുകൾ കാരണമായെങ്കിൽ വാക്കുകൾ തന്നെ നിങ്ങളെ ഉയർത്തുവാനും കാരണമാകും. അതെ, ദൈവവചനം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് വചനത്തെ നിങ്ങൾ ഗൗരവത്തോട് കാണുക. പലപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിയ ഒരു വാഹനം നിങ്ങൾ എടുക്കുമ്പോൾ, ആ വാഹനം നമ്മൾ ഓടിക്കുമ്പോൾ അതിനകത്ത് തന്നെ ആ വാഹനം എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള പാർട്സ് ഉണ്ട്. ആ പലതരത്തിലുള്ള പാർട്സ് നമ്മൾ വാഹനങ്ങൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ആ പാർട്സുകളെ കുറിച്ച് പഠിക്കാനായിട്ടല്ല. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ഇലക്ട്രിസൈഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ഇത് പഠിക്കാനായിട്ടല്ല നമ്മൾ വാഹനം മേടിച്ചിരിക്കും. വാഹനം മേടിച്ചത് നമ്മൾ അത് ഉപയോഗിക്കാനായിട്ട്, വാഹനം വാങ്ങിയത് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് യാത്ര ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ ടെക്നോളജി പഠിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ പഠിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ വാങ്ങിച്ചതിന്റെ പർപ്പസ് അതല്ല. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, അതിന്റെ ചൂടുള്ള ഭാഗങ്ങളുണ്ട്. നാം അവിടെ ചെന്ന് തൊട്ടിട്ട് അതെന്നെ പൊള്ളിച്ചു കളഞ്ഞു. അതിന് ഇലക്ട്രിക് സൈഡ് ഉണ്ട്. നമ്മൾ അവിടെ തൊട്ട് കഴിഞ്ഞപ്പോൾ അതിനെ കറണ്ട് അടിച്ചു. നമുക്കത് പറയാൻ എളുപ്പം, കറണ്ട് അടിച്ചു, എന്നെ പൊള്ളിച്ചു, അതുകൊണ്ട് ഈ വാഹനം കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തെറ്റായ രീതിയാണ്. നമ്മൾ ഇരിക്കേണ്ട പൊസിഷനിൽ ചെന്നിരുന്ന് അത് ഡ്രൈവ് ചെയ്യേണ്ട നിലയിൽ ആ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ആ വാഹനം നമുക്ക് പ്രയോജനമായി തീരുന്ന പോലെ
ഈ ദൈവവചനം പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നാം മനസ്സിലാക്കേണ്ടത് പോലെ വചനത്തെ മനസ്സിലാക്കുമ്പോൾ, എടുക്കേണ്ടത് പോലെ വചനത്തെ എടുക്കുമ്പോൾ, തിരിച്ചറിയേണ്ട പോലെ വചനത്തെ തിരിച്ചറിയുമ്പോൾ, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന് ഹല്ലേലൂയ നിങ്ങൾക്ക് കടക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത, നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ദൂരത്ത്, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വേഗത്തിൽ നിങ്ങളെ ചലിപ്പിക്കും ഈ വചനം. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ എൻ്റെ അകത്തുള്ള ആ ആത്മപ്രേരണ ഞാൻ പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ നാളുകൾ നിങ്ങൾ ഓടിയിട്ട്, നാളുകൾ നിങ്ങൾ നടന്നിട്ട്, നാളുകൾ നിങ്ങൾ അധ്വാനിച്ചിട്ട് ഹല്ലേലൂയ സംഭവിക്കാത്ത കാര്യം ഞാൻ പറയട്ടെ. ഹല്ലേലൂയ, ഒരു വാഹനത്തിന്റെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ അത് പല രീതിയിൽ അതിന് പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് പഠിക്കാനായിട്ടല്ല നമ്മളത് വാങ്ങിച്ചിരിക്കുന്നത്, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനായിട്ട്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവവചനം തന്നിരിക്കുന്നത് ഹല്ലേലൂയ ഇതിന്റെ ടെക്നോളജിയൊക്കെ പഠിച്ച്, അതിന്റെ ശാസ്ത്രമൊക്കെ പഠിച്ച്, അതിന്റെ മൂലഭാഷയൊക്കെ പഠിച്ച്, അത് വ്യാഖ്യാനിച്ച്, അത് ഈ അർത്ഥത്തിലാണ്, ആ അർത്ഥത്തിലാണ്, ശരിയാണ്, നിശ്ചയമായിട്ടും അത് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് പഠിച്ച് കാലം തീർക്കാനല്ല നമുക്ക് ദൈവവചനം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. അത് ഹല്ലേലൂയ വചനത്തിനകത്ത് നമുക്ക് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ സമൃദ്ധിക്ക് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ അധികാരത്തിന് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ തിരിച്ചറിവിന് വേണ്ടിയുള്ളതുണ്ട്, നമ്മുടെ വെളിപ്പാടിന് വേണ്ടിയുള്ളതുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലാത്ത ദൂരത്തിൽ നിങ്ങൾ ഓടാനിടയാകും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ രോഗമായിട്ട് രോഗികളാണോ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു തകർച്ചയാണോ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും നിങ്ങൾ തകർന്നവരോ ജീവിതം മുഴുവൻ ശൂന്യമായ നിലയിൽ നിങ്ങൾ ആയിരിക്കുന്നവരുണ്ടോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദൈവവചനത്തെ കണ്ടെത്തുക, വചനത്തെ വായിക്കുക, വീണ്ടും വീണ്ടും വായിക്കുക, വചനത്തെ വിളിച്ചു പറയുക, നിങ്ങളോടുള്ള ദൂതനെ വിളിച്ചു പറയുക, അതിനെ റിസീവ് ചെയ്യുക. ഹല്ലേലൂയ, വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ പൊളിഞ്ഞു കിടക്കുന്ന സകല മേഖലയും പണിയുമെന്ന് മാത്രമല്ല, ഹല്ലേലൂയ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത നില നിങ്ങൾ ഡിസൈൻ ചെയ്യാനായിട്ട് വചനത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഇതുവരെ എത്തിയിട്ടില്ലാത്ത ആ പൊസിഷനിൽ എത്താനായിട്ട് വചനം നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ദേശത്ത് ഹല്ലേലൂയ നിങ്ങളെ അറിഞ്ഞവർ, നിങ്ങളെ കണ്ടവർ, അവർക്ക് ഒരിക്കലും തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് നിങ്ങളെ ഉയർത്തുവാനായിട്ട് ദൈവിക ദർശനം, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് സാധ്യമാണ്. ഹല്ലേലൂയ, ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവവചനത്തെ ആരൊക്കെയാണോ അതിന്റെ ഗൗരവത്തിൽ കണ്ടിട്ടുള്ളത് അവരുടെ ജീവിതമൊന്നും ചെറുതായിട്ട് ഇരുന്നിട്ടില്ല. നമുക്കറിയാം, ഹല്ലേലൂയ, ദൈവം ആദ്യമേ സംസാരിച്ചത് അബ്രഹാമിനോട് സംസാരിച്ചപ്പോ അബ്രഹാമിനോട് പ്രോമിസ് കൊടുത്തു. വേറെ ആരോടും ആ നിലയിൽ ഒരു പ്രോമിസ് കൊടുത്തായിട്ട് നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ, നോഹയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ, അവരെ അനുഗ്രഹിച്ചിട്ട് അവരോട് പറഞ്ഞു, അവരെ സന്താനപുഷ്ടിയുള്ളവരെ പെരുകാനായിട്ട് പറഞ്ഞു. എന്നാൽ അബ്രഹാമിനോട് കർത്താവ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, ഞാൻ നിന്നാൽ സകല വംശങ്ങളും അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നോട് നിന്റെ തലമുറയോട് ഞാൻ ഉടമ്പടി ചെയ്തു. ഇത് കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയാ. നാം ആ അനുഗ്രഹത്തിന് അവകാശികളാണ്. അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശികളാണ്. ഗലാത്യലേഖനം 3:13-14 പറയുന്നത്, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിലക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ അബ്രഹാമിന്റെ അനുഗ്രഹം. അതേ പ്രിയപ്പെട്ടവര്, അബ്രഹാമിന് കർത്താവ് കൊടുത്ത അനുഗ്രഹം ഇതാണ്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗോഡ്. അത് നമ്മളോടുള്ള ദൈവത്തിന്റെ ഉടമ്പടിയാണ്. അതിന് മാറ്റം ഉണ്ടാകത്തില്ല, അത് മാറത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, അത് നിങ്ങളെ എവിടെ പോയി നിന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ, എത്ര വലിയ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങൾക്ക് കാണാവുന്നത്, കേൾക്കാവുന്നത്, അറിയാവുന്നത്, തിരിച്ചറിയാവുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ, പല ചോദ്യങ്ങളുടെ മുമ്പിൽ, പല വെല്ലുവിളികളുടെ മുമ്പിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. പക്ഷെ മറക്കരുത്, God's word is unchanging God. നിങ്ങളുടെ സാഹചര്യം മാറുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ഘടന മാറിയതുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങൾക്ക് പ്രായമായതുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്പം പണം നഷ്ടപ്പെട്ടതുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങൾക്ക് ചെറിയ രോഗം വന്നുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിച്ചുകൊണ്ട് വചനം മാറത്തില്ല. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം ഉണ്ടായപ്പോ അതുകൊണ്ട് നിങ്ങളുടെ വചനം മാറത്തില്ല. ഹല്ലേലൂയ, നിങ്ങളുടെ സാമ്പത്തികമായ ചെറിയ പ്രതിസന്ധി വന്നുകൊണ്ട് ദൈവവചനം മാറത്തില്ല. പറഞ്ഞ വചനം അവൻ നിവർത്തിക്കും. പറഞ്ഞ വചനം അവൻ നിവർത്തിക്കും. പറഞ്ഞ വചനം അവൻ നിവർത്തിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ആ വചനത്തിലെ ഉറപ്പ്. ഹല്ലേലൂയ, അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, ഞാൻ നിന്നെ അനുഗ്രഹിച്ച വലിയ ജാതിയാക്കും, അനുഗ്രഹം നൽകുക, തലമുറ നൽകുക, ഇതൊന്നുമല്ല കർത്താവ് കൊടുത്തത് വചനമാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എത്രത്തോളം ദൈവവചനത്തെ പ്രാധാന്യത്തോടെ കാണുന്നു, വചനം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ മാറും. അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ കർത്താവ് തുറക്കും, ശൂന്യമായതിനെ നിറയ്ക്കും. ഹല്ലേലൂയ, അസാധ്യതകളെ സാധ്യമാക്കും ദൈവത്തിന്റെ വചനം.
ഹല്ലേലൂയ. അബ്രഹാമിനോട് വാക്ക് പറഞ്ഞവനായ കർത്താവ് ഇസഹാക്കിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീ ദേശത്ത് പാർക്ക, ഞാൻ നിന്റെ തലമുറയോട് വാഗ്ദത്തം ചെയ്യുകയാണ്. 26 അധ്യായത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങളിൽ കർത്താവ് അത് പറഞ്ഞപ്പോ ഉൽപ്പത്തി പുസ്തകം 12 അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങൾ അബ്രഹാമിനോട് ഉടമ്പടി ചെയ്തവനായ കർത്താവ്. ഹല്ലേലൂയ. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിന്റെ 26 അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ കർത്താവ് ഇസഹാക്കിനോട് ഉടമ്പടി ചെയ്യുകയാണ്, ഇസഹാക്കിനോട് വാക്ക് പറയുക. എന്നാൽ 28 അധ്യായം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 28 അധ്യായത്തില് 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം യാക്കോബിനോട് ഉടമ്പടി ചെയ്യുക. ഇവിടെ അവരോട് ഉടമ്പടി ചെയ്തവനായ കർത്താവ്, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, അവരോട് ഉടമ്പടി ചെയ്ത കർത്താവ് വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരുന്നു. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ കർത്താവിനെ നമ്മൾ തുടർന്ന് കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ഹല്ലേലൂയ, യോസഫിനെ നമ്മൾ കാണുന്നു. യോസഫ് ഇവരുടെയൊക്കെ വാക്ക് പറഞ്ഞവനായ കർത്താവും ഇവരുടെയൊക്കെ ദൂത് പറഞ്ഞവനായ കർത്താവും അബ്രഹാമിനോട് വാഗ്ദത്തം പറഞ്ഞു, ഇസഹാക്കിനോട് വാക്ക് പറഞ്ഞു, യാക്കോബിനോട് വാക്ക് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ വലിയ ജാതിയാക്കും, നിന്നെ ഞാൻ മടക്കിക്കൊണ്ടുവരും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഇത് യാക്കോബിനോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തില് അതിന് 28 അധ്യായത്തില് 14, 15 വാക്യങ്ങൾ നമ്മൾ അത് കാണുന്നുണ്ട്. നിന്നാൽ സകല ജാതികളും സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇത് ദൈവം യാക്കോബിന് കൊടുത്ത അനുഗ്രഹമാണ്, യാക്കോബിന് കൊടുത്ത വാഗ്ദത്തമാണ്. അത് അവനിൽ ദൈവം നിവർത്തിച്ചു. അതെ, ഹല്ലേലൂയ. അത് നമ്മൾ നോക്കിക്കേ, ഹല്ലേലൂയ, ലാബാന്റെ ഭവനത്തിലെത്തിയ ഹല്ലേലൂയ, നമുക്ക് യാക്കോബിനെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാ. ലാബാൻ യാക്കോബിനോട് പറയുന്ന കാര്യമാണ്, നീ പോകരുത്, നിനക്ക് എന്നോട് മനസ്സലിവുണ്ടെങ്കിൽ, എന്നോട് കരുണയുണ്ടെങ്കിൽ നീ പോകരുത്. കാരണം എന്താണെന്നറിയാമോ, നീ നിമിത്തം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക. അതാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ വചനം ഇങ്ങനെ, നീ നിമിത്തം ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവം നീ നിമിത്തം എന്നോട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 30 അധ്യായത്തിന്റെ 27 വാക്യം, ലാബാൻ അവനോട്, നിനക്ക് എന്നോട് ദയവുണ്ടെങ്കിൽ പോകരുത്, നിന്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്നെനിക്ക് ബോധ്യമായിരിക്കുന്നു. 30 വാക്യത്തിൽ പറയുന്നത്, ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു, ഞാൻ കാൽ വെച്ചിടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി എന്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതി. ഇവിടെ ചിന്തിച്ചു നോക്കി, യാക്കോബ് പറയുന്ന കാര്യമാണ്, ഹല്ലേലൂയ, ഞാൻ നിമിത്തം നീ അനുഗ്രഹിക്കപ്പെട്ടു. ലാബാൻ പറയുക, നീ നിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ചിന്തിച്ചു നോക്കിക്കേ, കർത്താവ് വാക്ക് പറഞ്ഞതിനെ. ഹല്ലേലൂയ. യാക്കോബിന്റെ ഭവനത്തില്, യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ ഒരു വിരുന്നുകാരൻ എന്നല്ല, ഒരു ആവശ്യക്കാരനായിട്ട് കയറി വന്നാണ്. പക്ഷെ ആ യാക്കോബ് നിമിത്തം ആ ഭവനത്തെ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ അനുഗ്രഹം കിടക്കുക, നിങ്ങളുടെ മേൽ ദൈവിക അനുഗ്രഹമുണ്ട്. നിങ്ങളുടെ മേൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചവരാണ്. യെസ്, അത് തുടക്കമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾ അനുഗ്രഹമായി തീർന്നിരിക്കുന്നവരാ. നിങ്ങളെ ഒരു വ്യക്തി അനുഗ്രഹിച്ചാൽ ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ മാനിച്ചാൽ ഒരു വ്യക്തി മാനിക്കപ്പെടും. ദാറ്റ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗാഡ്. അത് ദൈവത്തിന്റെ വാക്കാ, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്, ദൈവത്തിന്റെ ഉറപ്പാണ്. സാഹചര്യങ്ങളും സാധ്യതകളും എന്തുമാകട്ടെ, ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ അബൌട്ട് യു. അത് ദൈവത്തിന് നിങ്ങളെ കുറിച്ചുള്ള പദ്ധതിയാണ്. നിങ്ങൾ അനുഗ്രഹമായി തീരുക, നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുക, നിങ്ങൾ ചെല്ലുന്നിടത്ത് നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുക എന്നത് ദാറ്റ് ഈസ് ഗോഡ്സ് പ്ലാൻ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ യാക്കോബ് ലാബാന്റെ ഭവനത്തിൽ ചെന്നപ്പോ യാക്കോബ് നിമിത്തം ആ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. യാക്കോബ് നിമിത്തം. അതെ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അത് ദൈവം യാക്കോബിനോട് ചെയ്ത ഉടമ്പടിയാണ്, വാഗ്ദത്തമാണ്. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ജീവിതത്തെ ഹല്ലേലൂയ നമ്മൾ അടുത്ത് മനസ്സിലാക്കുമ്പോൾ ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മൾ കാണുന്നത്. അബ്രഹാം വിശ്വസ്തനായിരുന്നത് കൊണ്ടല്ല, ഇസഹാക്ക് വിശ്വസ്തനായിരുന്നത് കൊണ്ടല്ല, യാക്കോബ് വിശ്വസ്തനായിരുന്നത് കൊണ്ടല്ല. അബ്രഹാമിനെ നോക്കിയാൽ ഒരു പരിധിവരെ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. ഇസഹാക്കിനെ നോക്കിയാൽ ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ യാക്കോബിന്റെ ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ആരംഭത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു എത്തിക്സ് ഇല്ലാതെ ഇടപെടുന്ന വ്യക്തിയെ പോലെ നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ആ യാക്കോബിന്റെ ജീവിതത്തെ, ആ യാക്കോബിനെ വംശങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്തും എന്റെ അകത്തും അനുഗ്രഹം നടപ്പുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? മഹത്വത്തിന്റെ പ്രത്യാശ, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ക്രിസ്തുവേശുവിൽ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ക്രിസ്തു മുഖാന്തരം, അതായത് അബ്രഹാമിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ്, ഇസഹാക്കിൽ വസിച്ച അതേ ക്രിസ്തുവിന്റെ ആത്മാവ്, അഥവാ ഞാൻ ഇതിനെ ഇങ്ങനെ പറയാം, അബ്രഹാമിന്റെ അനുഗ്രഹം
അനുഗ്രഹത്തിന് കാരണക്കാരനായി തീരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. ഇസ്ഹാക്കിന്റെ അനുഗ്രഹത്തിന് കാരണക്കാരനായി തീരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. യാക്കോബിന്റെ അനുഗ്രഹത്തിന് കാരണക്കാരനായി തീരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ഹല്ലേലൂയ. യോസേഫിന്റെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിന് കാരണമായി തീരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. ഏലിയാവിന്റെ, മേലിശയുടെയും ദാവീദിന്റെയും ആമേൻ ഹല്ലേലൂയ ദാനിയേലിന്റെയും യോശുവയുടെയും മോശയുടെയും ഒക്കെ ജീവിതത്തിൽ അവർ ചെയ്ത കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് അവർക്ക് കാരണക്കാരനായി, അവരുടെ പിൻബലമായിരുന്ന, അവരുടെ പുറകിലെ ശക്തിയായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്. അതേ ആത്മാവാണ് യേശു ക്രിസ്തുവിൽ വസിച്ച അതേ ആത്മാവ് നിങ്ങളുടെ അകത്തും എന്റെ അകത്തും വസിക്കാം. അനുഗ്രഹത്തിന്റെ ആത്മാവ്, അനുഗ്രഹിക്കുന്ന ആത്മാവ്, അനുഗ്രഹമാക്കി തീർക്കുന്ന ആത്മാവ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ യാക്കോബ് ചെന്നിടത്ത് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് അവരിലുണ്ടായിരുന്നു. നമുക്ക് 1 പത്രോസ് ലേഖനം 1-11 വാക്യത്തിൽ നമ്മൾ അങ്ങനെയാ കാണുന്നത്. അവരിൽ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ, അതേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ എത്രത്തോളം നമ്മൾ അടുത്തറിയുന്നു, പരിശുദ്ധാത്മാവിനെ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുമ്പോൾ മാറിപ്പോകും. നമ്മൾ ഹല്ലേലൂയ ഏതോ ദൂരെ ഇരിക്കുന്ന, അടുത്തുകൂടാൻ കഴിയാത്ത, വെളിച്ചത്തിൽ വസിക്കുന്ന, ദഹിപ്പിക്കുന്ന, അഗ്നിയായിരിക്കുന്ന ദൈവം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കുമ്പോൾ സ്നേഹിക്കുന്ന പിതാവായിട്ട് ആമേൻ ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കാൻ സാധിക്കും. അവൻ പിതാവായി, അവൻ ജീവനായി, അവൻ ശക്തിയായി, അവൻ ഹല്ലേലൂയ കരുതുന്നവനായി, മാനിക്കുന്നവനായി, അവൻ നിലനിർത്തുന്നവനായിട്ട് നമ്മളിലുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇവർക്കൊക്കെ വാക്ക് അബ്രഹാമിനോട് സംസാരിച്ചു, ഇസ്ഹാക്കിനോട് സംസാരിച്ചു, യാക്കോബിനോട് സംസാരിച്ചു, ദർശനം കാണിച്ചു, സംസാരിച്ചു. അതെ ഹല്ലേലൂയ. നമുക്കറിയാം അബ്രഹാം ദർശനമൊന്നും കണ്ടില്ല. അബ്രഹാമിനോട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കാൻ പറഞ്ഞു. ഇസ്ഹാക്കിനോട് ആ നിലയിൽ ഒന്നും പറഞ്ഞില്ല, സംസാരിച്ചതുള്ളൂ, ശബ്ദം കേട്ടതുള്ളൂ. യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം കണ്ടു, ദർശനവും കണ്ടു, ശബ്ദവും കേട്ടു. ഇത് രണ്ടും കണ്ടവനായ യാക്കോബിന്റെ മകനായ യോസഫ് സ്വപ്നം കണ്ടു. നമുക്കറിയാം, അതിന് 36 അധ്യായത്തിന്, ഇതിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 36 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. അവിടെ നമുക്ക് യോസഫിനെ കുറിച്ച് പറഞ്ഞ് ആരംഭിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നമുക്ക് യോസഫിന്റെ ജീവിതത്തിന്റെ സാഹചര്യത്തില് ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. യോസഫിന്റെ ജീവിതത്തിന്റെ സാഹചര്യം ആരംഭിക്കുന്നത് ഹല്ലേലൂയ ഒരു ഡിഫറെന്റ് വഴിത്തിരിവിൽ, ഒരു പ്രത്യേക വഴിത്തിരിവിൽ വെച്ച അല്ലെ. നമുക്കറിയാം, അവന്റെ സഹോദരങ്ങൾ അവനെ എതിർക്കുന്ന നിലയിലേക്ക് എത്തിത്തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ സഹോദരങ്ങൾ അവനെ എതിർക്കുന്ന നിലയിലേക്ക് ആയിത്തീർന്നു. അങ്ങനെ ആയിത്തീർന്നിരിക്കുന്ന സാഹചര്യത്തില് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിന്റെ 37 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തില് യോസഫിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. യോസഫിന് 17 വയസ്സ് ആയപ്പോൾ അവിടെ യോസഫിന്റെ ചരിത്രം ആരംഭിക്കുക. ആ യോസഫിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, യോസഫ് അവന്റെ സഹോദരങ്ങളുടെ കൂടെ വസിച്ചിട്ട് സഹോദരങ്ങളുടെ അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. സഹോദരങ്ങളെ കുറിച്ചുള്ള ദുർസ്തുതി യോസഫ് അപ്പനോട് വന്നു പറഞ്ഞു. സഹോദരങ്ങൾ ചെയ്യുന്ന തെറ്റായ കാര്യം, അപ്പൻ അറിയാതെ ചെയ്യുന്ന കാര്യം, അപ്പനെ മുറിപ്പെടുത്തുന്ന കാര്യം, ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യം യോസഫ് വന്ന് അപ്പനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അത് യോസഫ് ചെയ്തുകൊണ്ടിരുന്ന ജോലിയായിരുന്നു. എന്നാൽ അവർക്ക് പ്രയാസമൊന്നും ഉണ്ടായില്ല. പക്ഷെ പിന്നെ കാണുന്ന ഒരു കാര്യം, അപ്പൻ അവരെക്കാൾ സ്നേഹിച്ചത് കൊണ്ട് അവനോട് ദേഷ്യം, അവനെ പകച്ചു. 4 വാക്യം പറഞ്ഞു അവനെ പകച്ചു. 8 വാക്യം പറഞ്ഞു പിന്നെയും പകച്ചു. നമ്മൾ ഇവിടെ കാണുന്നത് അവനെ പകച്ചു. എന്തുകൊണ്ട്? അപ്പൻ അവനെ സ്നേഹിച്ചുകൊണ്ട് പകച്ചു. അടുത്ത് നമ്മൾ കാണുന്നത്, അവനൊരു സ്വപ്നം കണ്ടു. 11 കച്ചകൾ അവന്റെ കച്ചയെ നമസ്കരിക്കുന്നു. അത് കണ്ടപ്പോൾ അവനെ അധികം പകച്ചു. എന്നാൽ അവൻ പിന്നെയും സ്വപ്നം കാണുന്നത് ഇങ്ങനെയാണ്. അവിടെ കാണുന്ന സ്വപ്നത്തിന്റെ പ്രത്യേകത, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അവനെ വന്ന് നമസ്കരിക്കുന്നത് കണ്ടു. അവൻ കണ്ട സ്വപ്നം. ആ സ്വപ്നം തന്നെ സഹോദരങ്ങളോട് പങ്കുവെച്ചപ്പോ വചനം ഇങ്ങനെ പറയുന്നത്, അവർക്ക് അവനോട് അസൂയ തോന്നി. 11 വാക്യം, അവർക്ക് അവനോട് അസൂയ തോന്നി. അസൂയ. എന്താ അസൂയ? ഇവന് മാത്രം സ്വപ്നം കാണുന്നു, ഞങ്ങൾക്ക് സ്വപ്നം കാണുന്നില്ലല്ലോ. ഞങ്ങള് അധ്വാനത്തോട് അധ്വാനം, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ സമയമില്ല. ഇവൻ സ്വപ്നം കാണുന്നവന്. പ്രിയപ്പെട്ട, ഞാൻ പറയട്ടെ, ദൈവം ഉപയോഗിക്കുന്ന ആരെയാണെന്നറിയോ? അധ്വാനത്തിൽ ആശ്രയിക്കുന്നവരല്ല കർത്താവ് ഉപയോഗിക്കുന്നത്.
ആമേൻ, കർത്താവിന്റെ കൂടെ വസിച്ച് ഹല്ലേലൂയ ദർശനം കാണുന്നവരെ മാറുന്നു. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന് മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ ദാസന്മാരുടെ പേരും ദാസിമാരുടെ പേരും ഒരു ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ആമേൻ. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, മൂപ്പന്മാർ സ്വപ്നങ്ങളെ കാണും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാന്നറിയാമോ? ഹല്ലേലൂയ. അധ്വാനിക്കുന്നത് ശരിയാണ്, അധ്വാനിക്കണം. നിശ്ചയമായിട്ടും നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിൽ വിശ്വസ്തരായിരിക്കണം, അതിൽ ബെസ്റ്റ് ആയിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളെ എന്നെയും ഏത് പൊസിഷനിൽ നിർത്തിയിരിക്കുന്നോ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് റിസൾട്ട് നോക്കരുത്, മനുഷ്യരുടെ മനോഭാവം നോക്കരുത്. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യരുടെ പെരുമാറ്റമോ മനുഷ്യരുടെ വാദഗതികളോ നിങ്ങൾ നോക്കരുത്. നിങ്ങളെ ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തരായിട്ട്. പ്രിയപ്പെട്ടവർ, ചിന്തിച്ചു നോക്കിക്കുക, യോസഫ് ഹല്ലേലൂയ അവൻ അധ്വാനിച്ച് നടക്കുകയല്ല, അവൻ ദർശനം കാണുന്നവനായിരുന്നു. ദർശനം കാണുന്ന യോസഫിന്റെ ജീവിതത്തിൽ നമ്മൾ പിന്നെ കാണുന്ന ഒരു കാര്യം ഇതാ, സഹോദരങ്ങൾ അവനെ പകച്ചു. പ്രിയപ്പെട്ടവർ, ഈ ദർശനം എന്തിനാണ് കർത്താവ് യോസഫിന് കൊടുത്തത്? ഈ ദർശനം യോസഫിന് ദൈവം നൽകിയതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമുണ്ട്. എന്താണ് ഉദ്ദേശം എന്നറിയാമോ? യോസഫിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റണം. പ്രിയപ്പെട്ടവർ, ദൈവവചനം നിങ്ങളോട് സംസാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറണം. രോഗിയായിരിക്കാം, പക്ഷെ രോഗിയാന്നുള്ള കാഴ്ചപ്പാട് നിങ്ങളുടെ അകത്തുനിന്ന് മാറണം. നിങ്ങളുടെ സാഹചര്യങ്ങൾ തകർന്ന് തരിപ്പണമായി നിരാശയിലും ദാരിദ്ര്യത്തിലും പ്രതികൂലത്തിലുമായിരിക്കാം, നിങ്ങളുടെ കാഴ്ചപ്പാട് മാറണം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ട, ചിന്തിച്ചു നോക്കിക്കേ, അധ്വാനിച്ചിരുന്ന യഹൂദയല്ല, അധ്വാനിച്ചിരുന്ന ശിമെയോനെ അല്ല, അധ്വാനിച്ചു കൊണ്ടിരുന്ന രൂപേനെ അല്ല, അധ്വാനത്തിന്റെ അങ്ങേയറ്റമെത്തി തളർന്നു കിടന്ന അവരെ ആരെയും അല്ല ദേശത്ത്, ഒരു അന്യദേശത്ത് ആ പ്രധാനപ്പെട്ട പദവിയുടെ 2ാം സ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നിരുത്തിയത് ദർശനം കാണുന്ന യോസഫിനെയാണ്. ദർശനം കണ്ട യോസഫിനെയാണ്. ദൈവത്താൽ ദർശനം പ്രാപിച്ച യോസഫിനെയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. നമുക്ക് തികഞ്ഞ അധ്വാനശീലമുള്ളവരായിരിക്കണം. നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല. ആമേൻ. ഓടിക്കൊണ്ടേയിരിക്കണം. നമ്മളാൽ ആവുന്നിടത്തോളം നമ്മൾ ഏൽപ്പിച്ച ശുശ്രൂഷകളാകട്ടെ, ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളാകട്ടെ, അതിൽ ആര് ചെയ്യുന്നതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. പക്ഷെ ഞാൻ പറയട്ടെ, ദർശനമുള്ളവരായിരിക്കണം. ദർശനമുള്ളവരായി മാറുക. ദർശനം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ മാറ്റും. ദർശനം നിങ്ങളുടെ ചിന്താഗതികളെ മാറ്റും. ദർശനം നിങ്ങളുടെ അഭിപ്രായത്തെ മാറ്റും. ദർശനം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റും. ചിന്തിച്ചു നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ദർശനമുള്ള യോസഫ് ഹല്ലേലൂയ ആമേൻ ഫറവോന്റെ പോത്തിഫറിന്റെ വീട്ടിലെത്തിയപ്പോ അവിടെയും ഹാർഡ് വർക്കർ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു. അവിടെ അവൻ ഹല്ലേലൂയ അവന്റെ ബിഹേവിയർ ദൈവം അവനൊരു വലിയ പ്രയാസം ഉണ്ടായതുകൊണ്ട് തെറ്റായിട്ട് ബിഹേവ് ചെയ്തേക്കാം എന്ന് അവൻ തെറ്റായിട്ട് പോയില്ല. ദർശനമുള്ളവൻ അവിടെയും വിശ്വസ്തനായിരുന്നു. ദർശനമുള്ളവൻ കാരാഗ്രഹത്തിൽ വിശ്വസ്തനായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നാം കാണുന്ന ഒരു കാര്യം ഇതാ. ആമേൻ. ഹല്ലേലൂയ. പിന്നത്തെ നാം കാണുന്ന ഒരു കാര്യം, ആ ദർശനമുള്ള യോസഫിന് ഹല്ലേലൂയ ദൈവം കൊണ്ടുപോയി നിർത്തുന്നത് ഫറവോന്റെ അടുക്കൽ, ആ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ. ഒരു സാധ്യതയുമില്ല. പക്ഷെ ദൈവത്തിന്റെ ഇടപെടലിൽ നാം അവിടെ കാണുന്നത് ദൈവത്തിന്റെ തന്നെ ഇടപെടൽ. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ നിങ്ങൾക്ക് ഈ വചനം തരുന്ന എന്തിനാണെന്നറിയാമോ? ഈ വചനം കേട്ട് നിങ്ങളുടെ ദർശനത്തെ ഒന്ന് സെറ്റ് ചെയ്തേ, നിങ്ങളുടെ ദർശനത്തെ ഒന്ന് മാറ്റിമറിച്ച്, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തകർന്ന് തരിപ്പണമാകുന്ന രോഗം വന്ന് മരിച്ചു പോകുന്ന, സാമ്പത്തിക കടഭാരം വന്ന് എല്ലാം തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ് ശൂന്യമായി തീരുന്ന ആ കാഴ്ചപ്പാടുകൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നിങ്ങളുടെ അകത്ത് ദർശനം ഒന്ന് മാറട്ടെ. ഈ വചനം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ മരിക്കയില്ലെന്ന് നിശ്ചയം ജീവനോടെ ഞങ്ങളുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടുക തന്നെ. ദേശത്ത് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 28:1 പറയുന്നെങ്കിൽ 1:2 പറയുന്നത് ലോകത്തിലെ സകല ജാതികളെക്കാളും ഭൂമിയിലെ സകല ജാതികളെക്കാളും നിന്നെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അത് സംഭവിക്കും. നീ ഒരു അനുഗ്രഹമായി തീരും. അത് സംഭവിക്കും. നമ്മളെ ദർശനം ഒന്ന് കണ്ടേ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഒന്ന് മാറ്റാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അധ്വാനം അത് കർത്താവ് ഹല്ലേലൂയ കുഴപ്പമില്ല. പക്ഷെ എന്നാൽ അത് ഞാൻ പറയട്ടെ, അതിനപ്പുറമായിട്ട് ഹല്ലേലൂയ യഹോവയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ മാറുന്നത് അതൊന്ന് കണ്ടേ, അത് നിങ്ങളുടെ അകത്തൊന്ന് കണ്ടേ. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തുള്ള ദർശനം മാറട്ടെ, നിങ്ങളുടെ അകത്തുള്ള കാഴ്ചപ്പാടുകൾ മാറട്ടെ. ദർശനം മാറുമ്പോൾ സാഹചര്യം മാറും. ദർശനം മാറുമ്പോൾ ഹല്ലേലൂയ അത് നിങ്ങളുടെ അവസ്ഥയെ മാറ്റിമറിക്കും. ഇന്ന് ഹല്ലേലൂയ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ, ഈ മെസ്സേജ് നിങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ അകത്ത് ദർശനത്തെ ഒന്ന് മാറ്റാമോ? നിങ്ങളുടെ സാഹചര്യം ഇന്ന് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇന്നൊരു അടയാളമായിട്ട് ഞാനത് നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നതിനോട് ഞാൻ പറയും, ഇന്നത്തെ ദിവസം ആമേൻ ഹല്ലേലൂയ നിങ്ങളിൽ ഹല്ലേലൂയ കർത്താവിന്റെ
ഫേവർ, കർത്താവിന്റെ ഒരു കൃപയും കരുണയും നിങ്ങളിൽ ഉണ്ടെന്നുള്ളതിന് അടയാളങ്ങളെ കാണുന്ന പോലെ ആമേൻ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പോലെ ദൈവപ്രവൃത്തികളുടെ ദിവസമായിട്ട് ഈ ദിവസങ്ങളെ കർത്താവ് മാറ്റും. ഹല്ലേലൂയ. ചിന്തിച്ചു നോക്കുക, യോസെഫിന്റെ ജീവിത രീതിയെ ചിന്തിച്ചു നോക്കിക്കേ. അവിടെ ചെന്നപ്പോ മനാശയെ കുറിച്ച് പറയുന്നതാണ്, എന്റെ പിതൃഭവനത്തെയും എന്റെ കഷ്ടപ്പാടുകളെല്ലാം മറക്കുമാറാക്കി. അതെ, മറന്നുപോയി. യോസഫ് അതെല്ലാം മറന്നു കളഞ്ഞു. യോസഫ് പറഞ്ഞു, ഞാനത് ഓർത്തുകൊണ്ടിരിക്കാൻ റെഡിയല്ല. ഞാനത് ഓർത്തുകൊണ്ടിരിക്കുന്നവരും അതെന്നെ തളർത്തും. ഞാൻ ഓർത്തുകൊണ്ടിരിക്കുന്നവരും ഞാൻ താഴേക്ക് പോകും. ഹല്ലേലൂയ. പക്ഷെ ഞാനത് മറക്കുമ്പോൾ എഫ്രൈമിനെ കർത്താവ് നൽകി. എഫ്രൈമിന് അവന് പേര്, ആ പേരിന്റെ അർത്ഥം ഇതാണ്, എന്റെ സങ്കടദേശത്ത് യഹോവ എന്നെ വർദ്ധിപ്പിച്ചു. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രതികൂലങ്ങളെ, മനുഷ്യർ നിങ്ങളെ ഉപദ്രവിച്ചത്, മനുഷ്യർ നിങ്ങളെ പ്രയാസപ്പെടുത്തിയത്, അതെല്ലാം ഒന്ന് മറന്നേ ദർശനമുള്ളവരായിക്കേ. വചനം നിങ്ങളോട് പറഞ്ഞതിലേക്ക് വന്നേ. ഞാൻ ആ സഹോദരങ്ങളുടെ ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരുന്നാൽ ഞാൻ സഹോദരങ്ങളെ പോലെ തന്നെ കഷ്ടപ്പാടിലും പട്ടിണിയിലും കിടക്കും. പക്ഷെ അല്ലല്ല, ഞാനതിനെ മറക്കുമ്പോൾ ഈ സങ്കടദേശത്തെ എന്നെ പൊസിഷൻ ചെയ്യാനായിട്ട്, അതെ ഇത് ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിങ്ങളെ മുറിപ്പെടുത്തിയവർ അവരവിടെ കിടക്കുക. പക്ഷെ നിങ്ങളെ കർത്താവ് പ്രത്യേകമായ പൊസിഷനിൽ കൊണ്ടുവച്ചിരിക്കുക. നിങ്ങൾ അതിനെ ഗൗരവത്തോടെ കണ്ടേ. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം മാറിയിരിക്കും. ഇന്ന് ഹല്ലേലൂയ, നിങ്ങളെ വചനം കേൾക്കുമ്പോൾ, നിങ്ങളെ പ്രോഗ്രാം കാണുമ്പോൾ, ഇന്നു മുതൽ നിങ്ങളിൽ ഒരു അസാധാരണ ദൈവത്തിന്റെ മഹത്വവും ശക്തിയും അധികാരവും വെളിപ്പെടുന്നത് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ ചെല്ലുന്ന ഒരിടത്തും ഹല്ലേലൂയ വാതിൽ അടഞ്ഞിരിക്കത്തില്ല. നിങ്ങൾ കടന്നു പോകുന്ന സ്ഥലത്ത് വാതിലുകൾ തുറന്ന് കർത്താവ് നിങ്ങൾ നടത്തുന്നത് നിങ്ങൾ കാണും. നിങ്ങൾക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ കർത്താവ് നിങ്ങളെ കൊണ്ടുപോയി നിർത്തി നിങ്ങളെ മാനിക്കും. യെസ്, ദാറ്റ് ഈസ് യുവർ കോളിംഗ്. അത് നിങ്ങളുടെ വിളിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, പ്രത്യേകിച്ച് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിനകത്ത് അവരായിരിക്കുന്ന സാഹചര്യം എന്തുമാകട്ടെ, കർത്താവിന്റെ അതിമഹത്തായ കരം അവരിലേക്ക് ഒന്ന് ചലിക്കട്ടെ. ഇപ്പോൾ തന്നെ കർത്താവെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. കർത്താവ് അവർ ദർശനമുള്ളവരായി തീരട്ടെ. കർത്താവ് അവർക്ക് അസാധാരണമായ, അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത പൊസിഷനിൽ അവരെ എത്തിക്കുക മാത്രമല്ല, ഹല്ലേലൂയ കർത്താവ് അവർക്ക് ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത ബന്ധങ്ങളിലേക്ക് അതിന്റെ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടട്ടെ. അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പോലും, സ്വപ്നം കാണാൻ പോലും കഴിയത്തില്ലാത്ത ചില നന്മകളുടെ വാതിൽ അവർക്ക് തുറക്കപ്പെടട്ടെ. കർത്താവ് തുറക്കപ്പെടട്ടെ. അത് അവരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കട്ടെ. കർത്താവ് ഇവരൊരു അനുഗ്രഹമാക്കി, അതേ കർത്താവ് ഇവരെ ഒരു അനുഗ്രഹമാക്കി നിർത്തുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യം, അതെ ഇത് യഹോവയാൽ സംഭവിച്ചു. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം തന്നെ എന്ന് പറയുന്ന പോലെ, അതേ കർത്താവെ തള്ളിക്കളഞ്ഞ ചില കല്ലുകളെ മൂലക്കല്ലാക്കി മാറ്റി അവരെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ജീവിതം ഏറ്റവും അസാധാരണമായ ഒരു അനുഗ്രഹമാക്കി അവരെ മാറ്റി അവരുടെ ജീവിതത്തില്, കുടുംബത്തില്, തലമുറകളിൽ, ദേശത്ത്, സഭയില് ഒരു അനുഗ്രഹമാക്കി അവരെവിടെല്ലാം തള്ളിക്കളയപ്പെട്ടോ ഇന്ന് തന്നെ കർത്താവ്, ഇന്ന് തന്നെ അപ്പ അവര് പ്രതീക്ഷിക്കാത്ത വാതിലുകൾ തുറക്കട്ടെ. അവര് നീ ചെയ്യുന്നതൊക്കെയും സാധിക്കുമെന്ന് വചനം പറയുന്ന പോലെ കർത്താവ് ഹല്ലേലൂയ യോസഫ് ചെയ്തതൊക്കെയും ദൈവം സാധിപ്പിച്ചു എന്ന് വചനത്തിൽ കാണുന്ന പോലെ, യോശുവ അവൻ ചെയ്തതൊക്കെയും സാധിച്ചു എന്ന് വചനത്തിൽ കാണുന്ന പോലെ, അതേ കർത്താവ് ഹല്ലേലൂയ ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർ ഇടപെടുന്ന സകല മേഖലകളിൽ ആ ദൈവത്തിന്റെ ശക്തിയുടെ, അധികാരത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറിപ്പോകട്ടെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ, തോൽവികൾ മാറിപ്പോകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞിരിക്കുക. വിശ്വാസത്തോടെ ദർശനമുള്ളവരാകുക. വചനം നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റട്ടെ. നിങ്ങൾ അനുഗ്രഹമായിരിക്കുന്നു, അനുഗ്രഹമാണ്. ഗാഡ് ബ്ലസ് യു. ആമേൻ.